ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന ബയാസിംഗ് ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഫിക്സഡ് ബയാസും എമിറ്റർ ബയാസും പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഓർ സെൽഫ് ബയാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസിസ്റ്റർ ബയാസിംഗ് മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഹെഡിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം അതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കാം. അപ്പം സർക്യൂട്ട് എന്ന് പറയുമ്പം ഒരു VCC വരുന്നുണ്ട്, ദെൻ RC എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്റർ, ദെൻ അതിന് കളക്ടറിലേക്ക് കണക്ഷൻ കൊടുക്കും, ദെൻ എമിറ്റർ RE എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്യും. അപ്പം ഇതിന് നമുക്ക് RE എന്ന് പറയുന്ന റെസിസ്റ്ററാണ് വരുന്നത്. ദെൻ VCC എന്ന് പറയുന്ന പവർ സപ്ലൈയിലേക്ക് R1 എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി ബേസിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. ദെൻ R2 എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി അതെന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. അപ്പം ഇവിടെ വരുന്ന വാല്യൂ R1, ഹിയർ R2. ദെൻ ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കളക്ടറാണ്, ഇത് എമിറ്ററാണ്, ഇത് ബേസാണ് ട്രാൻസിസ്റ്ററിൻ്റെ. അപ്പം കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് IC എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ദെൻ കളക്ടർ എമിറ്ററിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VCE പ്ലസ് മൈനസ്, ദെൻ RE, പിന്നെ ബേസ് എമിറ്ററിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജിന് VBE എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു, പ്ലസ് മൈനസ് അതിൻ്റെ പൊട്ടൻഷ്യൽ. ദെൻ ബേസിലേക്ക് ഉണ്ടാവുന്ന കറണ്ടിന് IB എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ദെൻ R2 ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് I2 എന്ന് വിളിച്ചു. R1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇവിടെ നോക്കിയേ, ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന കറണ്ട് R1 വരുന്ന കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ IB ആയിട്ടും I2 ആയിട്ടും ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ R1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് എന്ത് പറയാം, I2 പ്ലസ് IB എന്ന് വിളിച്ചൂടെ. അപ്പം I2 പ്ലസ് IB ആണ്, കാരണം ബേസിലേക്കും പോകുന്നുണ്ട്, R2 കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക് കൺസ്ട്രക്ഷൻ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ട്രാൻസിസ്റ്റർ ബയാസിങ്ങിനകത്ത് വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുന്ന പോർഷൻ ഏതാണ്, VCCന്ന് R1ലേക്കും R2 വരുന്നത്. ഈ ഒരു പോർഷനല്ലേ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുന്നത്, VCC R1 R2. ഇതാണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. അപ്പം വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വരുന്ന ട്രാൻസിസ്റ്റർ ബയാസിംഗ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ച എമിറ്റർ ബയാസും ഫിക്സഡ് ബയാസിൻ്റെ അകത്തൊക്കെ അതിൻ്റെ കറൻറ്റ് അതേപോലെ തന്നെ വോൾട്ടേജൊക്കെ ഗെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മീൻസ് ബീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നത്, അത് ടെമ്പറേച്ചറിനനുസരിച്ച് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ മാറ്റം വരും. പക്ഷേ ഇത് ഹൈലി സ്റ്റേബിളാണ്. ഇവിടെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്ററാണ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് R2 എന്ന് പറയുന്ന റെസിസ്റ്റർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ് ഡിവൈഡർ. ഈ R2 എന്ന് പറയുന്ന റെസിസ്റ്ററിലൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ, അതിന് നമുക്ക് VB, അതല്ലേ ബേസ് വോൾട്ടേജ്. ആ ബേസ് വോൾട്ടേജാണ് ഈ ട്രാൻസിസ്റ്ററിനെ അല്ലെങ്കിൽ ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയാസിങ് നടത്തുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ R2 എന്ന് പറയുന്ന വോൾട്ടേജ്
ഇവിടെ R2ക്ക് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിന് നമുക്ക് VR2 നമുക്ക് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ VR2 എന്ന് പറയുന്നത്. VR2 എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഇത് തന്നെയല്ലേ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ VR2 തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. വോൾട്ടേജ് ഡിവൈഡർ റൂള് നോക്കിയാൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സപ്ലൈ വോൾട്ടേജ് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഈ ഒരു സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്താൽ മതി, വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിലേക്ക്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? VB ഈക്വൽ ടു VCC, ഇതല്ലേ സപ്ലൈ വോൾട്ടേജ്, ഇൻറ്റു R2. ഇതിന് അക്രോസ് ഉള്ളതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പം ഇതാണ് ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇൻ ഓൾ DC ബയാസ് സർക്യൂട്ട്സ് values of DC bias current and voltage of the DC bias current and voltage of the collector and voltage of the collector depends upon, അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻസ് അപ്പോൺ ഗെയിൻ. ഏത് ഗെയിൻ? ബീറ്റ എന്ന് പറയുന്ന ഏത് ഗെയിനാണ്? കറൻറ്റ് ഗെയിൻ ബീറ്റ ഓഫ് ദി ട്രാൻസിസ്റ്റർ. കറൻറ്റ് ഗെയിൻ ബീറ്റ ഓഫ് ദി ട്രാൻസിസ്റ്റർ. The name voltage divider, next point ആണ്. The name voltage divider is derived from the fact that R1 and R2 form a potential divider across VCC supply. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനാണ് R2. ഫോർവേഡ് ബയാസസ് എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസസ് the base emitter junction. Forward biases the base emitter junction. ബേസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് VR2 എന്ന് പറഞ്ഞാൽ VB തന്നെയാണ്. ആൻഡ് RE provides the DC stability പ്രൊവൈഡ് ചെയ്യുന്നത് എമിറ്റർ റെസിസ്റ്ററാണ്. ദെൻ നമ്മുടെ VB ഈക്വൽ ടു VCC ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. VB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? VR2 ആണ്. നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി VR2 എന്ന് പറയാം. ദെൻ നമുക്കിനി അടുത്ത് നോക്കേണ്ട എന്താണ്? നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെ അകത്ത് കളക്ടർ കറൻറ്റ്. ഇപ്പോൾ നോക്കിയേ, ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് IC ഈക്വൽ ടു IE നമുക്ക് പറയാം. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ബേസ് കറൻറ്റ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അകത്ത് വെരി സ്മോൾ വാല്യൂ ആയിരിക്കും. കളക്ടർ കറൻറ്റും എമിറ്റർ കറൻറ്റും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. കാരണം ബേസ് കറൻറ്റ് വളരെ സ്മോളാണ്. അപ്പോൾ
കളക്ടർ കറൻറ്റ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു എമിറ്റർ കറൻറ്റ് നമുക്ക് പറയാം. അപ്പോൾ കളക്ടർ കറൻറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എമിറ്റർ കറൻറ്റ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് എക്രോസ് ആർ സി എന്ന് പറയുന്നത് നമ്മുടെ കളക്ടർ റെസിസ്റ്റർ, അതെന്തായിരിക്കും? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് ഇൻറ്റു ആ റെസിസ്റ്റർ അല്ലേ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് വി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ അവിടുത്തെ വോൾട്ടേജ് നമുക്ക് വി സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. വി സി. അപ്പോൾ വി സി എന്തായിരിക്കും? ആ കളക്ടറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടെ എന്തായിരിക്കും വോൾട്ടേജ് വരിക? വി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ പോകുന്നത് കറൻറ്റ്. അപ്പം വി സി സി മൈനസ് ഐ സി ആർ സി അല്ലേ വി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം വി സി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എഴുതാം വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി അല്ലെങ്കിൽ വി ആർ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേപോലെ അടുത്തൊരു കാര്യം കൂടെ നോക്കുക. വി സി ഇ കളക്ടർ എമിറ്ററിനെ ക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് നമുക്ക് എന്ത് പറയാം? വി സി ഇ എന്ന് പറയാം. ആ വി സി ഇ എങ്ങനെ എഴുതും? വി സി ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വി സി മൈനസ് വി ഇ അല്ലേ? കളക്ടർ ഹയർ പൊട്ടൻഷ്യലും എമിറ്റർ ലോവർ പൊട്ടൻഷ്യലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ വി സി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി ഇ. വി ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എമിറ്ററിലുള്ള വോൾട്ടേജ് അല്ലേ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഐ ഇ ഇൻറ്റു ആർ ഇ അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് പറയാം? ഐ ഇ ഇൻറ്റു ആർ ഇ. ഇതിന് നമുക്കൊന്നും കൂടെ വി സി ഇ ഈക്വൽ ടു, നമുക്കിതിനൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്തിക്കൂടെ? വി സി സി മൈനസ് ഐ സി ഈക്വൽ ടു ഐ ഇ ആണെങ്കിൽ ഐ ഇ ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഐ സി ഈക്വൽ ടു ഐ ഇ എന്നും വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ ഇ ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ എന്നുള്ള വാല്യൂ കിട്ടി. ഇത് രണ്ടും അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഈ വോൾട്ടേജും കറൻറ്റും അപ്രോക്സിമേറ്റ് ആണ്. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ സർക്യൂട്ടിൻ്റെ അകത്ത് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യും. അപ്പം ഈ രണ്ടെണ്ണം എന്താണ്? അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ്. സോ നമുക്ക് പറയാം ദിസ് ഡി സി ബയാസ് വോൾട്ടേജ്, ദിസ് ഡി സി ബയാസ് വോൾട്ടേജസ് ആൻഡ് current, these DC bias voltages and current are only approximate. ഇതൊക്കെ approximate values ആണ്. are only approximate. The more accurate വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിലേക്ക് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യും. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിലേക്ക് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പം ഈ സർക്യൂട്ട് എങ്ങനെ വരും? നോക്കിയേ, ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഇതിലേക്ക് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പം ഈ R1 എന്ന് പറയുന്ന ഈ ഒരു പോർഷനെ, ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് ഇതാണ് വി സി സി. അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് വരയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ആ അറേഞ്ച് ചെയ്ത് വരയ്ക്കുമ്പം നമുക്കതിനെ എങ്ങനെ വരും നോക്കാം. അപ്പം വി സി സി then R1 and R2 ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വി സി സി R1 R2. ദെൻ ഇതിന് നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുത്തത്? ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് വന്നത്. ദെൻ കളക്ടർ റെസിസ്റ്റർ വഴി അതെങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? വി സി സിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെന്താണ്? ആർ സി. ദെൻ ഹിയർ എന്ത് കിട്ടും? എമിറ്ററിലേക്ക് ആർ ഇ എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഒന്ന് മാറ്റി വരച്ചു. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ തെവനിൻസ് തിയറം നമ്മൾ ഇവിടുന്ന് എയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണ്, വി സി സി സൈഡിലേക്ക് നോക്കുകയാണ്. അപ്പോൾ വി സി സി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് തെവനിൻ വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കണം. തെവനിൻസ് തിയറം നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള തെവനിൻ വോൾട്ടേജും തെവനിൻ ഇക്വലൻറ്റ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും?
R2 അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ്, അതാണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആകെ 2 റെസിസ്റ്ററേ ഉള്ളൂ. ആ R1 R2 പാരലലാണ്. സോ തെവനിൻ വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്കിവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ അപ്ലൈ തെവനിൻസ് തിയറം, അതല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈ തെവനിൻസ് തിയറം ഓൺ ദി ലെഫ്റ്റ് ഓഫ് എ. ആ എ എന്ന് പറയുന്ന പോയിൻ്റ് ലെഫ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഓൺ ദ ലെഫ്റ്റ് ഓഫ് എ. ദെൻ നമുക്ക് തെവനിൻ വോൾട്ടേജ് അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം VTH. VTH ഈക്വൽ ടു എന്താ വരിക? R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC. ഇതാണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് തെവനിൻ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ്. ദെൻ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് തെവനിൻ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്. തെവനിൻ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എങ്ങനെ കിട്ടും? തെവനിൻ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് RTH ഈക്വൽ ടു ഏതൊക്കെ റെസിസ്റ്റൻസ് ഉള്ളത്? R1 പാരലൽ R2 അല്ലേ വരുന്നത്? ആകെ 2 റെസിസ്റ്ററേ ഉള്ളൂ. R1 പാരലൽ R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ദെൻ അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിനെ എങ്ങനെ മാറ്റി വരയ്ക്കാം? നമ്മുടെ തെവനിൻസ് വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരൊറ്റ വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. ആ വോൾട്ടേജ് നമുക്ക് VTH എന്ന് വിളിക്കാം. അവിടുത്തെ റെസിസ്റ്ററിനെ നമുക്ക് RTH എന്ന് വിളിക്കാം. സോ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് അപ്പോൾ ഒരു വോൾട്ടേജും ദെൻ ഒരു റെസിസ്റ്ററുമാണ് ഉണ്ടായിരിക്കുക. ദെൻ എമീറ്ററിന് RE എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്തു. ദെൻ കളക്ടർ റെസിസ്റ്റർ RC ഉണ്ടായിരിക്കും. ദെൻ ഹിയർ VCC. അപ്പം ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? IB. ദെൻ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ IE എന്ന് വിളിക്കാം. അപ്പം RTHും VTHും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ബേസ് എമീറ്റർ ലൂപ്പ് അപ്ലൈ ചെയ്യുക. അപ്ലൈ KVL ടു ബേസ് എമീറ്റർ ലൂപ്പ്. ഇവിടെ ബേസ് എമീറ്റർ ലൂപ്പിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. ഇവിടെ ബേസ് എമീറ്റർ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ബേസ് എമീറ്റർ ലൂപ്പ്. അവിടെ സപ്ലൈ വോൾട്ടേജ് ഏതാ? VTH ഈക്വൽ ടു KVL അപ്ലൈ ചെയ്യുമ്പം സം ഓഫ് വോൾട്ടേജസിൻ്റെ ക്ലോസ് ലൂപ്പ് ഈക്വൽ ടു 0. ഈ ബേസ് എമീറ്റർ ലൂപ്പിൽ ഏതൊക്കെ വോൾട്ടേജ് ഉണ്ട്? VTH എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. ദെൻ IB RTH എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ദെൻ പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന VBE, ബേസ് എമീറ്ററിനെ അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവുമല്ലോ, VBE പ്ലസ് IERE എന്ന് പറയുന്നൊരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഇത്രയും ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് KVL അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എഴുതാം അപ്ലൈ KVL ടു ദ ബേസ് എമീറ്റർ ലൂപ്പ് ഓഫ് ദി സർക്യൂട്ട്. ഫൈനൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന സർക്യൂട്ടിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മോസ്റ്റ് ആക്യുറേറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്താ നമ്മൾ കണ്ടത്? VTH ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IERE. അപ്പോൾ നമുക്കറിയാവുന്നതാണ് IC ഈക്വൽ ടു ബീറ്റ IB എന്ന് പറയുന്നത് അല്ലേ. അപ്പം IC അപ്രോക്സിമേറ്റ് ടു IE ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. IC അപ്രോക്സിമേറ്റ് ടു IE. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? IE ഈക്വൽ ടു ബീറ്റ IB എന്ന് പറഞ്ഞൂടെ? IE ഈക്വൽ ടു ബീറ്റ IB എന്ന്. സോ നമുക്ക് IB എന്ത് പറയാം? അപ്പോൾ IB ഈക്വൽ ടു IE ബൈ ബീറ്റ എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ എന്താണ്? IC ബൈ ബീറ്റ. രണ്ടും കറക്റ്റാണ്. IC ബൈ ബീറ്റ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ തൊട്ട് മുകളിലെ ഈ ഇക്വേഷനിൽ IBനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. IBനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? നമുക്ക് IE ബൈ ബീറ്റ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇതിനകത്ത് ഒരു IE വരുന്നുണ്ട്. സോ IBനെ നമുക്ക് എന്ത് ചെയ്യണം? IE ബൈ ബീറ്റ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം.
അപ്പം IE/β എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ VTH ഈക്വൽ ടു IB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താണെന്ന് പറഞ്ഞു, IE/β ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IE ഇൻറ്റു RE. നമുക്ക് ഈ ഇക്വേഷനകത്ത് എന്താ കണ്ടുപിടിക്കുന്നത്? IC/VCE ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പം IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ടു IE ആണ്. സോ ഈ ഇക്വേഷനിൽ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? IEനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ IE എന്ന് പറയുന്ന ടേമിന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ IE എന്ന് പറയുന്ന ടേമിന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IE ടേംസ് വരുന്നതെല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. IE/β RTH മൈനസ് IE/RE പ്ലസ് തന്നെ വരാം, പ്ലസ് IE/RE ഈക്വൽ ടു VTH മൈനസ് VBE. ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. IE വരുന്ന ടേംസിനെയും വോൾട്ടേജസിനെയും സെപ്പറേറ്റ് ചെയ്തു. നമുക്കിനി ഇതിൽ IEനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. IEനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RTH ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് RE ഈക്വൽ ടു VTH മൈനസ് VBE എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് IE എന്തെഴുതാം? IE ഈക്വൽ ടു VTH മൈനസ് VBE ബൈ RE പ്ലസ് RTH ബൈ ബീറ്റ. ഒന്നും കൂടെ മാറ്റി അപ്പുറത്തേക്ക് നല്ലപോലെ എഴുതാം. അപ്പം IE ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? VTH മൈനസ് VBE ഡിവൈഡഡ് ബൈ RE പ്ലസ് RTH ബൈ ബീറ്റ. നോക്കിയേ, ഇതിൻ്റെ അകത്തും ബീറ്റ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അപ്പം നമ്മുടെ സർക്യൂട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ബീറ്റ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ REയുടെ വാല്യൂ വലുതായിട്ട് എടുക്കുക. R1 R2നേക്കാളും ലാർജ് വാല്യൂ RE ആയിട്ട് എടുക്കുക. ആ സമയത്ത് നമുക്ക് IEനെ നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുവരാം? if RE far greater than RTH by beta, അങ്ങനെയാണെങ്കിൽ IE എന്താവും? അപ്രോക്സിമേറ്റ്ലി VTH മൈനസ് VBE ബൈ RE ആയിരിക്കും. ആ കേസിൽ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RE ഫാർ ഗ്രേറ്റർ ദൻ RTH ബൈ ബീറ്റ. ഇത് തന്നെയാണ് IC എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു? IC കണ്ടുപിടിച്ചു, ദെൻ തെവനിൻ സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ VCയും കണ്ടുപിടിച്ചു. ദെൻ നമുക്കിനി അടുത്തത് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. സ്റ്റെബിലിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ബേസ് എമിറ്റർ ലൂപ്പിലേക്ക് KVL ഉള്ള അതേ ഇക്വേഷൻ തന്നെ എടുക്കാം, സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പം സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, ഒരു ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ബയാസിങ് ടെക്നിക്കാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ KVL ടു നമ്മുടെ ബേസ് എമിറ്റർ ലൂപ്പിലേക്ക് തന്നെ KVL അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ ഒക്കെ എഴുതിയ IB/RTH പ്ലസ് VBE പ്ലസ് IE/RE മൈനസ് VTH ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ. ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നോക്കിയേ, നമ്മുടെ സർക്യൂട്ടിനകത്ത് ഇവിടെ വരുന്ന IE എന്ന് പറയുന്ന കറണ്ട്, എമിറ്റർ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IE എന്ന് വിളിച്ചു. ബേസ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IB എന്ന് വിളിച്ചു. കളക്ടർ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൽ IE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സം ഓഫ് IB ആൻഡ് IC. അത് ബേസിക്കായിട്ട് നമ്മൾ ട്രാൻസിസ്റ്റർ പഠിച്ച സമയത്തും നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? IE ഈക്വൽ ടു IB പ്ലസ് IC ആണ്. സോ നമ്മളിത് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ തൊട്ട് മുകളിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. IE ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം IB ഇൻറ്റു RTH
IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IEക്ക് പകരം IB പ്ലസ് IC ഇൻറ്റു RE മൈനസ് VTH ഈക്വൽ ടു 0. നമുക്കിനി ഇത് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം എക്സ്പാൻഡ് ചെയ്ത് IB ടേമിന് അങ്ങ് IB രണ്ടെണ്ണം വരുന്നില്ലേ, അപ്പം നമുക്കതിനെ അങ്ങ് ഗ്രൂപ്പ് ചെയ്യാം. അപ്പം IBനെ ഗ്രൂപ്പ് ചെയ്യുമ്പം IB ഇൻറ്റു RTH പ്ലസ് RE അല്ലേ വരിക. ദെൻ വോൾട്ടേജസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ VTH മൈനസ് VBE. ദെൻ പിന്നെ അവിടെ ഏത് ടേം ഉണ്ടാവുക, മൈനസ് ICRE ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് IB എഴുതിക്കൂടെ, IB ഈക്വൽ ടു VTH മൈനസ് VBE മൈനസ് ICRE ഹോൾ ഡിവൈഡഡ് ബൈ RE പ്ലസ് RTH. ഇനി ഈ IB ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു IC ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ടേം 0 ആവും, ഇത് 0 ആവും. ഇവിടെ എന്ത് കിട്ടും, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു IC ആകുമ്പോൾ 1 ആവും. സോ അവിടെ RE മൈനസ് RE ബൈ RE പ്ലസ് RTH. അപ്പം ഓൺ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു IC, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു IC സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം DIB ബൈ DIC ഈക്വൽ ടു 0 മൈനസ് 1 ഇൻറ്റു RE ഹോൾ ഡിവൈഡഡ് ബൈ RE പ്ലസ് RTH ഈക്വൽ ടു എന്ത് കിട്ടും, മൈനസ് RE ഡിവൈഡഡ് ബൈ RE പ്ലസ് RTH. ഇനി DIB ബൈ DIC നമുക്ക് കിട്ടി. നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്തായിരുന്നു, സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ S ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DIC എന്നുള്ളതല്ലേ നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ. അപ്പോൾ DIB ബൈ DIC നമ്മുടെ കയ്യിലായി, ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DC എന്ന് പറഞ്ഞാൽ മൈനസ് RE ബൈ RE പ്ലസ് RTH. നോക്കി ഇതിൻ്റെ അകത്ത് RE ബൈ RE പ്ലസ് RTH ആണ്. നമുക്ക് നമ്മുടെ സർക്യൂട്ടിനെ ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, RE എന്ന് പറയുന്ന വാല്യൂ ഫാർ ഗ്രേറ്റർ ദാൻ RTH ആണ്. സോ നമുക്ക് ഈ ഒരു ടേമിന് എന്താക്കാം, 0 ആക്കി എടുക്കാം. അപ്പോൾ RE ക്യാൻസൽ ചെയ്ത് പോവില്ലേ, അപ്പോൾ ഇവിടെ മൈനസ് പ്ലസ് ആവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 1 പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ രണ്ടും സെയിം വാല്യൂ ക്യാൻസൽ ചെയ്ത് പോകും. അപ്രോക്സിമേറ്റ് ടു 1 ആയിട്ട് വരുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മീൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. അപ്പം വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറയുന്നത് ഒരു ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്, കാരണം അത് ബീറ്റയെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത്രയാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന ബയാസിങ് ടെക്നിക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്.